عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, വിശുദ്ധ ഖുർആനിലെ ഒന്ന് രണ്ട് വാചകങ്ങൾ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വഅഖീഹി എന്ന് തുടങ്ങി വിവിധ രൂപത്തിൽ ഖുർആനി വാചകത്തെ മാതാപിതാക്കൾ കൂട്ടനില്ലാത്ത ഒരു ലോകം, മക്കളെ മാതാപിതാക്കൾ തിരിഞ്ഞു നോക്കാത്ത ഒരു ലോകം, മക്കൾക്ക് മാതാപിതാക്കൾക്ക് ഒന്നും അധീനപ്പെടുത്തി കൊടുക്കാൻ കഴിയാത്തൊരു ലോകം, ആത്മമിത്രം ആ മിത്രത്തെ വിട്ട് ഓടിപ്പോകുന്ന ദിവസം, സഹോദരൻ സഹോദരനെ വിട്ടു പോകുന്ന ദിവസം, എമ്പാടും കാര്യങ്ങൾ ഓരോ വ്യക്തിക്കും ഉണ്ടാകുന്ന പരലോകം. ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ വഖാല സവാബാ. അല്ലാഹു അവിടെ ആർക്കും ഉണ്ടാകാൻ കഴിയില്ല, അല്ലാഹു അനുവാദം കൊടുത്തവരും സത്യപ്പെടുത്തിയവരുമല്ലാതെ. ഒരാളുടെ പാപഭാരവും മറ്റൊരാളെ ഏറ്റെടുക്കാത്ത ഒരു ലോകത്തെ കുറിച്ച് നമ്മളൊക്കെ സംസാരിക്കാറുണ്ട്. മുസ്ലിം സംഘടനകളെല്ലാം അത് പറയാറുണ്ട്. ഞാൻ ഈ ക്ലാസ്സിൽ നേരത്തെ വന്നിട്ടുള്ള ഒരാളാണ്. ഈ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ മിനിയാന്ന് ഞാൻ ഫൈസൽ മൗലവിനോട് പറഞ്ഞു, ഞാനും ഉണ്ടാവും ഈ കൂടെ, കേൾക്കാനാണ്, പഠിക്കാനാണ്, ചിന്തിക്കാനാണ് ഞാൻ വരുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. സുഹൃത്തുക്കളെ, ഇവിടെ വന്നപ്പോ എനിക്ക് തോന്നിയിട്ടില്ല, ഞാൻ ഫൈസൽക്ക പറഞ്ഞ പോലെ എന്റെ തുടക്കം മുതൽ കേട്ടപ്പോൾ ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി പറയാണ്, ഇനിയും നമുക്കിതൊന്നും കക്ഷിത്വത്തിന്റെ പേരിൽ നമ്മൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ പരലോകം ഭയാനകരമായിരിക്കുമെന്ന് മാത്രമാണ് ഞാൻ ഈ സന്ദർഭത്തിൽ പറയുന്നത്. നമ്മള് സമസ്തക്കാരോട് പറയാറുണ്ടായിരുന്നു, ഖുർആനും സുന്നത്തും തെളിവ് കിട്ടിയിട്ട് നിങ്ങളത് അംഗീകരിക്കുന്നില്ലെങ്കിൽ നാളെ നിങ്ങളുടെ സ്ഥിതി ഭയാനകരമാണ് എന്ന് നമ്മൾ സമസ്തക്കാരോട് നിരന്തരമായി പറയാറുണ്ടായിരുന്നു. ഞാനിത് മുജാഹിദുകളോട് വളരെ ഗൗരവമായി പറയുകയാണ്. അലം യതികും നദീർ ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ ഫകذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب الصغير. സൂറത്ത് മുൽക്കിലെ 8, 9, 10 വചന. അല്ല ചങ്ങായിമാരെ, നിങ്ങൾക്ക് ഈ ഭൗതിക അഭൗതികവും ജിന്നും സിഹറും ഇതൊക്കെ കൃത്യമായി മണിമണി പോലെ പറഞ്ഞു തരാൻ അധ്വാനിച്ച ഒരു ജനപദമില്ലായിരുന്നോ? നിങ്ങൾ നിന്ദിച്ചവർ, നിങ്ങൾ പരിഹസിച്ചവർ എത്ര ക്ലിയറായി നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നിരുന്നു. ഞങ്ങളതിനെ കളവാക്കുകയായിരുന്നു, ഞങ്ങളതിനെ പരിഹസിക്കുകയായിരുന്നു. അവസാനം യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ യഖൂലൂന യാ ലൈതനാ അതാനല്ലാഹ് വഅതാനർ റസൂല എന്ന് പറയുന്ന ഒരു അവസ്ഥ. പടച്ചവനെ ഞങ്ങളുടെ സാദത്തനാ വകുബ്റാന, ഞങ്ങളുടെ പണ്ഡിത പുരോഹിതന്മാർ ഞങ്ങളെ വഴിതെറ്റിച്ചു കളഞ്ഞു നാഥ. റബ്ബനാ ആതിന മിനൽ അദാബ്, പടച്ചവനെ അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ എന്ന് പറയുന്ന ഒരു ലോകം വരാനുണ്ട്. കക്ഷിത്വത്തിന് അതീതമായി, വ്യക്തിപൂജക്ക് അതീതമായി, വ്യക്തികളോടുള്ള വിരോധത്തിന് അതീതമായി, കോപങ്ങൾക്ക് അതീതമായി നാളെ മഹ്ശറിലേക്ക് യാത്ര പോകുമ്പോ അള്ളാഹു പറയണം, അന്ന് നമ്മളെ തൃപ്തിപ്പെട്ടു എന്ന്. ബഹുമാനനായ അബ്ദുൽ ജബ്ബാർ മൗലവി ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ച ആളല്ല. അദ്ദേഹത്തെ കണ്ടപ്പോൾ എന്റെ സന്തോഷം, അതിനുശേഷം അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്തപ്പോൾ ഇരട്ടി സന്തോഷം. കാരണം ഈ ചർച്ചകളുടെ എല്ലാറ്റിന്റെയും ഒരു കൂലി അബ്ദുൽ ജബ്ബാർ മൗലവിക്ക് ഉണ്ട് എന്നോർക്കുമ്പോൾ പടച്ചവനെ, അദ്ദേഹത്തിന് എവിടെയെങ്കിലും എഴുത്തിലോ പ്രബോധനത്തിലോ അബദ്ധം പറ്റിയെങ്കിൽ അത് തിരുത്താൻ പോകുന്ന മത്സരങ്ങൾക്ക് അദ്ദേഹം വിധേയമായി. ബിംബാരാധകർക്ക് ബിംബത്തെ കൊണ്ടുപോയി കൊടുത്ത ആ വ്യക്തിക്ക് തുല്യമാണ് എന്ന് ജാമിഅ നദിവയിൽ വെച്ച് ഒരു പണ്ഡിതൻ പ്രസംഗിച്ചപ്പോ കരഞ്ഞിട്ടുണ്ട് ഞങ്ങളൊക്കെ. പടച്ചവനെ, ഇവിടെ ഇതൊക്കെ വിശദീകരിക്കാൻ അവസരമുണ്ടായത് ആ ഇസ്ലാഹിലെ വാചകത്തിന്റെ പേരിലാണെങ്കിൽ പടച്ചവനെ, അതിന്റെ കൂലി ഈ മാന്യദേഹത്തിനുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം, അമ്പലക്കട അബ്ദുൽ ഹമീദ് ഫൈസി ശിർക്ക് പ്രചരിപ്പിച്ച് ആളുകളെ കൊണ്ട് ശിർക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോ ആളുകളെ, നിങ്ങൾ ശിർക്കിലേക്ക് പോകരുത്, തൗഹീദിൽ ഉറച്ചു നിൽക്കണം, നിങ്ങൾക്ക് നരകമായിരിക്കും എന്ന ആശയം പഠിപ്പിക്കാനാണ് ഈ വിഷയങ്ങൾ വിശദമായി പഠിപ്പിച്ചത്. നേരത്തെ ചോദ്യകർത്താവിനോട് ചോദിച്ചല്ലോ, നിങ്ങൾ ഇത് ഫുള്ളായിട്ട് വായിച്ചിട്ടുണ്ടോ? ഇല്ല സഹോദരങ്ങളെ, ഈ എഴുത്തപ്പോഴുണ്ടായി, അറിഞ്ഞില്ല, എന്തിനു വേണ്ടി ഉണ്ടായി, എപ്പോൾ ഇതൊക്കെ പറഞ്ഞു, അതറിയാതെ പഠിക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പോയാൽ അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹ് മാറ്റി നിർത്തുന്നവരുടെ കൂട്ടത്തിൽ
ഞാനും നിങ്ങളും വിട്ടുപോകാൻ പാടില്ല. സുഖലോലുപതയുടെ ഭൗതിക ലോകത്തിന്റെ പ്രമുഖതയിൽ നിന്ന്, ഫിറൗനിന്റെ കൊട്ടാരത്തിൽ നിന്ന് മൂസാ നബി യഥാർത്ഥ പ്രവാചകനാണെന്ന് മനസ്സിലാക്കിയപ്പോ, ഈ വടി കേവലം വടിയല്ലെന്ന് മനസ്സിലാക്കിയപ്പോ, ഇന്ത്യയിൽ നിന്നും വന്ന് മജീഷ്യന്മാർ ഉൾപ്പെടെ 5000 മജീഷ്യന്മാർ കാണിച്ച മേജിക് അല്ല ഇതെന്ന് മനസ്സിലായപ്പോ, ഇത് മുഅ്ജിസത്താണെന്ന് തെളിഞ്ഞപ്പോ, രാജകൊട്ടാരത്തിലെ ഏത് പീഡനങ്ങളെയും അവന് ആ പീഡനങ്ങളെ അവഗണിച്ചുകൊണ്ട് പടച്ചവനെ റബ്ബി ബിനിലി ഇന്നക ബൈതം ഫിൽ ജന്ന, ഇനി എനിക്ക് ഫിറൗനിന്റെ കൂടെയുള്ള സാവാസം വേണ്ട, എനിക്ക് കൊച്ചു കൊട്ടാരം, ഇനി ഇവിടെയുള്ള കൊട്ടാരം എനിക്ക് വേണ്ട റബ്ബേ, അവിടെ മതി. അതുകൊണ്ട് ഇവിടെയുള്ള ഏതേത് പരീക്ഷണങ്ങളും എനിക്ക് പ്രശ്നമല്ല നാഥാ എന്ന് പറഞ്ഞ ആസിയ ബീവിയുടെ ഈമാൻ, അതുപോലെ ആ അസ്ഹാബുൽ ഖൗഫിന്റെ ഈമാൻ, രാജാക്കന്മാരെതിരായി, നാടെതിരായി, ജനമെതിരായി, എല്ലാവരും എതിരായി, പക്ഷേ ആദർശം തുറന്നു പ്രഖ്യാപിച്ചു. വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമു ഫഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദുആ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതതാ എന്ന് പറഞ്ഞ വാചകം, അല്ലാഹു അല്ലാത്തവരെ ഞങ്ങൾ വിളിക്കില്ല, അത് അന്യായമായ വാക്കാണ്. ആ അന്യായം വാൾത്തലപ്പ് കണ്ടിട്ട് ഞങ്ങൾ മാറ്റിവെക്കില്ല, ആ അന്യായത്തിന് ഞങ്ങൾ കൂട്ടുനിൽക്കില്ല. ലാ ഇബാദല്ലയിൽ ശിർക്കില്ലെന്ന് നമ്മൾ പറയുന്നത് ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ മുശ്രിക്കാണെന്ന് പറയാൻ, ലാ ഇബാദല്ലയുടെ മഥനിൽ ശിർക്കുണ്ടെന്ന് പറയാൻ നമ്മളാളല്ല. അള്ളാഹുവിന്റെ ഗ്രന്ഥം അത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ രക്ഷപ്പെടുമായിരുന്നു. അത് അള്ളാഹുവിന്റെ കലാമാണെന്ന സത്യത്തെ മൂടിവെച്ചാൽ ആഖിറമാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ ന്യൂനപക്ഷം, ആരാരുമില്ലാത്ത ഈ ന്യൂനപക്ഷം, അവഗണിക്കപ്പെട്ട ഈ ന്യൂനപക്ഷം, ഞങ്ങൾ നിങ്ങളോട് അനീതിയുടെ വാക്ക് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, നിങ്ങളിൽ ഒരാളെ ഞങ്ങൾ നിന്ദിച്ചിട്ടില്ല, നിങ്ങളിൽ ഒരാളെ ഞങ്ങൾ പരിഹസിച്ചിട്ടില്ല. പത്തനത്താണിയിൽ വെച്ച് ഹുസൈൻ സലഫിയെ ഞാൻ പച്ച മലയാളത്തിൽ പറയുന്നു, തീട്ടത്തിലിരിക്കുന്ന ഈച്ച എന്ന് വിളിച്ചവർ കഴിഞ്ഞ ആഴ്ചയും പ്രസംഗിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ഞങ്ങൾ അങ്ങനെ ഒരു വാക്ക് നിങ്ങളോട് പറയുന്നില്ല. ഒന്നേ ഞങ്ങൾ നിങ്ങളോട് പറയുന്നുള്ളൂ, ഈ ആശയത്തെ ചിന്തിച്ചു നോക്കൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 3 പ്രവാചകന്മാർ വന്നു, ജനങ്ങൾ അദ്ദേഹത്തെ ധിക്കരിച്ചു. സൂറത്ത് യാസീനാണ് ഞാൻ പറയുന്നത്. പക്ഷേ 3 പ്രവാചകന്മാർ പറയുന്നതിനെ വേറിട്ട് ചിന്തിച്ച ഒരു പച്ച മനുഷ്യൻ, ആലിമായിരുന്നില്ല അയാൾ, കോടീശ്വരനായിരുന്നില്ല അയാൾ, അവിടെ ഏതെങ്കിലും ഒരു സിംഹാസനത്തിന്റെ മേലെ കയറിയിരുന്ന ചക്രവർത്തി ആയിരുന്നില്ല അയാൾ. 3 പ്രവാചകന്മാർ പറയുന്നതിലെ പച്ചയായ യാഥാർത്ഥ്യത്തെ ആർക്കു വേണ്ടിയുമല്ല, സ്വന്തം പരലോകത്തിന്റെ വിമോചനത്തിന് വേണ്ടി കേട്ട് അവിടെ എന്ന് പറഞ്ഞല്ലോ. ഈ അമ്പിയാക്കൾ പറയുന്നതിൽ എന്താ തെറ്റ് എന്ന് കൊന്നു കളഞ്ഞില്ലേ ആ നാട്ടുകാർ? അതുപോലെ അരീക്കോട്ടിന്റെ മണ്ണിലേക്ക് നവോത്ഥാനത്തിന്റെ നായകന്മാർ തൗഹീദിന്റെ പടപ്പാട്ട് പാടിയ, ഖുർആൻ പഠനത്തിന്റെ പടപ്പാട്ട് പാടിയ അരീക്കോട്ടിന്റെ മണ്ണിൽ എൻ വി അബ്ദുസ്സലാം മൗലവിയുടെ മക്കളും പേരമക്കളും അതിന്റെ അടുത്ത കുടുംബവും നിലനിൽക്കുന്ന വൈജ്ഞാനിക വിസ്ഫോടനം നടന്ന അരീക്കോട്ടിന്റെ മണ്ണിൽ ഏതെങ്കിലും മുക്കുമൂലയിൽ നിന്ന് വന്ന് ഇന്നത്തെ വിഷയാവതരണം കേട്ട് അവര് പറയുന്നതിൽ തെറ്റില്ലെന്ന് പ്രഖ്യാപിച്ച് ഹക്ക് സ്വീകരിച്ചാൽ അടിവെച്ച് മുന്നേറാൻ സഹോദര, ഐക്യത്തിന്റെ രാജവീതിയിൽ, അല്ലെങ്കിൽ ശിർക്കിന്റെ, ഹറാമിന്റെ, സുന്നത്തിന്റെ, ബിദ്അത്തിന്റെ ഒന്നും അറിയാതെ നട്ടം തിരിയുന്ന ഒരു ജനതയെ ഏത് ഞങ്ങൾ വിശ്വസിക്കണം? ആ മിമ്പറിൽ അവരിങ്ങനെ പറയുന്നു, ഈ മിമ്പറിൽ ഇവരിങ്ങനെ പറയുന്നു, ഞങ്ങൾ എന്ത് വിശ്വസിക്കണം ഉസ്താദുമാരെ എന്ന് ചോദിക്കുന്ന സാധു മനുഷ്യരെ മുൻനിർത്തി ഞാൻ പറയുന്നു, ഈ പ്രോഗ്രാം നിങ്ങളുടെ കണ്ണു തുറപ്പിക്കുന്നില്ലെങ്കിൽ എന്ന് മക്കയിലെ മുശ്രിക്കുകളോട് അല്ലാഹുവിന്റെ ഖുർആനിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത്ര കൃത്യമായ ബയാനുകൾ, ഇത്ര കൃത്യമായ വിവരണങ്ങൾ അതൊക്കെ ഉണ്ടായിട്ടും ഇതൊന്നും ഞങ്ങൾക്ക് തിരിയുന്നില്ലെന്ന് പറഞ്ഞ് മാറി നിന്നാൽ നാളെ നേതാക്കന്മാരുണ്ടാവില്ല, നാളെ മുതലാളിമാരുണ്ടാവില്ല, നാളെ നേരത്തെ പറഞ്ഞ യജമാനന്മാരുണ്ടാവില്ല. ആരുടെ കൂടെ യജമാനന്മാരുണ്ട്, ആരുടെ കൂടെ യജമാനന്മാരില്ല എന്ന ഗൗരവമായ വിഷയവും ആലോചിച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് കിടന്നും ഇരുന്നും നിന്നും ആലോചിച്ചിട്ട് പിരിഞ്ഞു പോണേ. ഇന്ന് കിടന്നിറങ്ങുമ്പോൾ ആലോചിക്കണമേ, ഈ പാവപ്പെട്ടവർ പറഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന്. അത് ആഖിറത്തിന് വേണ്ടി. ഒരാൾക്കും ഒന്നും ചെയ്യാനാകാത്ത ലോകത്ത്, ഇബ്രാഹിം നബിക്ക് വാപ്പാനെ രക്ഷപ്പെടുത്താനാകാത്ത ലോകത്ത്, നൂഹ് നബിക്ക് ഭാര്യയെ രക്ഷപ്പെടുത്താനാകാത്ത ലോകത്ത്, ലൂത്ത് നബിക്ക് ഭാര്യയെ രക്ഷപ്പെടുത്താനാകാത്ത ലോകത്ത്, ഹബീബുനാ ശഫീഉനാ ഖലീലുനാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്റെ കുടുംബക്കാരെ രക്ഷപ്പെടുത്താനാകാത്ത ലോകത്ത്, നീതി നടപ്പാക്കുന്ന ലോകത്ത്, മാലിക് യൗമിദ്ദീൻ എന്ന് പറയുന്ന ആ ലോകത്ത് അവിടെ രക്ഷപ്പെടുക ആരാണ്? അവർ വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ് മുഖ്ലിസീന
അതേ നിഷ്കളങ്കമായി റബ്ബിനെ ആരാധിക്കുകയും ഇഖ്ലാസ് കാത്തു സൂക്ഷിക്കുകയും പടച്ചവനെ സത്യം പറയുന്നവർ വന്നു, ഞങ്ങളത് കേട്ടു, ഞങ്ങളതിന് ഉത്തരം ചെയ്തു എന്ന് പറഞ്ഞ് അവിടെ ചെന്നാൽ അവിടെ നമുക്ക് രക്ഷപ്പെടാം. സലാമുൻ അലൈക്കും ബിമാ സബർതും. ക്ഷമിക്കുക ആക്ഷേപങ്ങൾ കേൾക്കുമ്പോൾ, ക്ഷമിക്കുക ആക്ഷേപങ്ങൾ കേൾക്കുമ്പോൾ, പരിഹാസങ്ങൾ കേൾക്കുമ്പോൾ. വലാ യഖാഫൂന ലൗമത ലായിം. ആക്ഷേപകത്തിന്റെ ആക്ഷേപത്തെ ഭയപ്പെടാതെ മുന്നേറുക, പ്രബോധന രംഗത്ത് മുന്നേറുക, ജീവിതത്തിൽ മാതൃകയാവുക. നമുക്ക് വരൾച്ച അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. അതിശക്തമായ മഴ ചൊരിഞ്ഞ് വെള്ളമില്ലെങ്കിൽ കഷ്ടപ്പെട്ടു പോകും മനുഷ്യരും ജന്തുലോകവും. അതുകൊണ്ട് റബ്ബിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുക, പടച്ചവനെ ഞങ്ങൾക്ക് മഴ നൽകണമേ എന്ന്, പടച്ചവനെ ഞങ്ങളെ സഹായിക്കണമേ എന്ന്, പടച്ചവനെ ഈ വരൾച്ചയിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ എന്ന്. വെള്ളം സർവത്രേ, കുടിക്കാനില്ലത്രേ എന്ന അവസ്ഥയിൽ നിന്ന് കുടിക്കാനുള്ള പാനജലം അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹുവേ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് നീ ദീർഘായുസ് നൽകണമേ. അല്ലാഹുവേ ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക് നീ ഇഖ്ലാസ് നൽകണമേ. അല്ലാഹുവേ ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക് വിവരണത്തിനുള്ള കഴിവ് നൽകണമേ. അല്ലാഹുവേ ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക് കിതാബുകളിലെ ആഴമേറിയ അറിവുകൾ, നിന്റെ മതത്തിന്റെ സംരക്ഷണം നൂറ്റാണ്ടുകളിൽ നീ നടപ്പാക്കുന്ന നടപടികളിൽ ഈ സാധുക്കളെ നീ തിരഞ്ഞെടുക്കണമേ. അല്ലാ ഞങ്ങൾക്ക് കോപമില്ല, ഞങ്ങൾക്ക് ക്രോധമില്ല, ഞങ്ങൾക്ക് വിരോധമില്ല. സലാം പറഞ്ഞാൽ ഒരു മുവഹിദിനോട് സലാം പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പല്ലല്ലോ, മടക്കില്ലെന്ന് പറയാൻ ഞങ്ങൾ ആളല്ല. ആ അനുഭവം പോലും ഇന്ന് എനിക്ക് അരീക്കോട്ടുണ്ടായി. സഹോദരാ ചിന്തിക്കുക, നാം മാത്രമായ ഒരു ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ശിർക്കിന്റെ എല്ലാ മേഖലകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. വിദേഹത്തിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ദാരിദ്ര്യത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഏറ്റവും മോശക്കാരായ ഭരണാധികാരികളിൽ നിന്ന് ലോകത്തിലെ നല്ല മനുഷ്യരെ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചു പിരിഞ്ഞ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് കൂടുതൽ പക്വത നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് കൂടുതൽ സൂക്ഷ്മത നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് പരലോകബോധം നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള സുഹൃത്തുക്കളെ, 3 ബൈക്കിന്റെ ചാവി ഇവിടെ കിട്ടിയിട്ടുണ്ട്. സ്റ്റേജുമായി ബന്ധപ്പെടുക. ആദ്യമായിട്ട്